സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം, ലോകത്തെ ഏറ്റവും കൂടുതൽ കാണികൾ ക്രിക്കറ്റ് മത്സരം കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാകുന്ന പോരാട്ടമാണ്. അവിടെ എല്ലാ തയ്യാറെടുപ്പും പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന്റെ മുൻ താരം മുദാസിർ നാസറിനെ പ്രത്യേക പരിശീലകനായി ദുബായിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടീം ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇരു ടീമുകൾക്കും എത്രത്തോളം പ്രധാനമാണ് ഈ പോരാട്ടം? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ച് തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ വിജയം വളരെ അനിവാര്യമാണ്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ സെമിയിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം ന്യൂസിലൻഡിനെതിരെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് ഇന്ത്യയെ പരാജയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഒരു സേഫ് ആയിട്ട് സെമി ഫൈനലിലേക്ക് മാറുക, ഇതാണ് പാകിസ്ഥാന്റെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് രണ്ട് ആസ്പെക്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുകയാണ്, അവിടേക്ക് ഇന്ത്യയെ ക്ഷണിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് ICC തീരുമാനിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് ദുബായിൽ ഒരു ഹൈബ്രിഡ് മോഡൽ ഒരു സൗകര്യം ഒരുക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന ഈഗോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. PCB കൃത്യമായി തന്നെ ഇത് സാധിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഇന്ത്യയെ എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യ പോവില്ല എന്നുള്ളൊരു തീരുമാനം പാകിസ്ഥാനെ ഹേർട്ട് ചെയ്തേക്കുന്നത് അവരുടെ ഈഗോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്ന് ഹൈബ്രിഡ് മോഡൽ ICC പ്രഖ്യാപിച്ചോ അന്ന് മുതൽ പാകിസ്ഥാൻ എടുത്ത ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ: പാകിസ്ഥാൻ കാണികൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇന്ത്യ പരാജയപ്പെടുത്തുക എന്നുള്ളത്. കാരണം അതൊരു വലിയ തീരുമാനമായി പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ത് കാരണവശാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ 2017 ഇന്ത്യയെ എങ്ങനെ പരാജയപ്പെടുത്തിയോ അതുപോലെ 2025 ഞങ്ങളെ അപമാനിച്ച ഇന്ത്യക്കെതിരെ കളിക്കുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നമ്മൾ കണക്കുകൾ നോക്കുകയാണ്, നമ്മൾ ചരിത്രം ഒന്നും നോക്കണ്ട. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോഴൊക്കെ നടന്നിട്ടുണ്ടോ ചരിത്രവുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. കാരണം 2007 ആയിക്കോട്ടെ, 1996 മുതൽ നമുക്ക് തുടങ്ങാം. അന്ന് മുതൽ ഇപ്പോൾ 2023-4 വരെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വരെ നിൽക്കുമ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ പോലും ചരിത്രത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫക്കർ സമാൻ പാകിസ്ഥാൻ പ്ലെയറായ ഫക്കർ സമാൻ ടീമിലില്ല, പകരം ഇമാമുള്ളക്കാണ് വരുന്നത്. അതെങ്ങനെയായിരിക്കും ആ റീപ്ലേസ്മെന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫക്കർ സമാന് ഇന്ത്യൻ ആരാധകർക്ക് പരിചയമാണ്. കാരണം നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ഫക്കർ സമാൻ നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് പോയത്. അപ്പം ആ ചരിത്രം ആവർത്തിക്കുന്നില്ല. ഫക്കർ സമാൻ ടീമിലില്ല, അതൊരു ചെറിയ ആശ്വാസമാണ്. ഞാൻ വലിയ ആശ്വാസം ഒന്നും പറയുന്നില്ല, ചെറിയ ആശ്വാസമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കാം അവർ ടീമിലേക്ക് വരിക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകും, എങ്ങനെയായിരിക്കാം കണക്കുകൾ വരിക, ഇതൊരു വലിയ പ്രശ്നമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 സ്പിന്നേഴ്സ് ഉണ്ട്, വിക്കറ്റ് കുറച്ചുകൂടെ സ്ലോവർ ആണ് ദുബായിൽ. പക്ഷെ എല്ലാ സ്പിന്നേഴ്സിനെയും കളിപ്പിക്കുമോ? വരുൺ ചക്രവർത്തി ടീമിൽ ഉണ്ടാവുമോ? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശിനെതിരെ മത്സരത്തിൽ പോലും ടീം ലൈനപ്പിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു ചേഞ്ചാണ് കണ്ടത്. കാരണം വരുൺ ചക്രവർത്തി ടീമിലില്ല, ഹർഷദീപ് സിംഗ് ടീമിലില്ല. ഹർഷിതാണ് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഗംഭീറിന്റെ ഉള്ളിൽ പൊക്കോണ്ടിരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ഇന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഒരു വലിയ എതിരാളികളെ ആയിരുന്നില്ല. ബംഗ്ലാദേശ് അവരെ ഒരു വലിയ തോൽവിക്ക് ശേഷം, വെസ്റ്റ് ഇൻഡീസിനെതിരെ വലിയ തോൽവിക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വന്ന് ഒരു ആത്മവിശ്വാസം ഇല്ലാതെ വന്ന ഒരു ടീമാണ്. ബംഗ്ലാദേശ് ക്യാമ്പിന് പോലും അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെ കൊണ്ട് നടക്കില്ല എന്നുള്ള അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യക്കൊരു നല്ലൊരു മികച്ച തുടക്കം, ഒരു മൊമെന്റം കിട്ടാൻ വേണ്ടി ഒരു മികച്ച തുടക്കം ബംഗ്ലാദേശിനെതിരെ യൂസ് ചെയ്തു എന്നല്ലാതെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് ആരംഭിക്കുന്നത് ഇന്നത്തെ മത്സരത്തോടു കൂടിയാണ്, പാകിസ്ഥാനെതിരായ മത്സരത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയാണ് മത്സരം. ഇനി പാകിസ്ഥാനെതിരായ മത്സരം ഇപ്പോൾ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സെക്യൂർ ആയിട്ട് സെമി ഫൈനലിൽ നിൽക്കാം. അതുകൊണ്ട് ഇനി ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ഇന്ത്യക്ക് വലിയ തലവേദന ആവില്ല. നേരെ മറിച്ച് ഇന്ത്യ ഇത് പരാജയപ്പെടുകയാണെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഹരി, ഇന്ത്യ പരാജയപ്പെടുകയാണ് എങ്കിൽ എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പ്രകടനം നമുക്ക് ബാറ്റിംഗ് നിരയെ ആദ്യം പരിശോധിച്ചാൽ തന്നെ മിന്നുന്ന ഫോമിൽ ആണ് താരങ്ങൾ എല്ലാവരും എന്ന് തന്നെ പറയാം. അവിടെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം അത് വളരെ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്രേയസ് അയ്യർ മികച്ച നിലയിൽ മാറ്റുരയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് KL രാഹുൽ എന്നതിൽ ആർക്കും സംശയമില്ല. ഒരു പക്ഷേ ഈ ടൂർണമെന്റിലും മികവ് തെളിയിക്കേണ്ടത് രോഹിത് ശർമ്മയും കോഹ്ലിയും പോലെയുള്ളവർ ആണ്. അതിനപ്പുറത്ത് നമുക്ക് ശക്തമായൊരു ബാറ്റിംഗ് നിരയുണ്ട് എന്നത്, അവിടെ എതിരാളികൾ ആരാണ് എങ്കിലും പാകിസ്ഥാന്റെ എക്സ്പ്രസ് ബോളിങ്ങിനെ പോലും നേരിടാൻ ശേഷിയുള്ളവർ ഇന്ത്യൻ നിരയിൽ നെടുന്തൂണുകളായി ഏതാണ്ടൊരു ആദ്യത്തെ 6 ബാറ്റർമാരെ പരിശോധിച്ചാൽ തന്നെ നന്നായി വിയർക്കേണ്ടി വരും പാക് ബൗളർമാർക്ക് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിക്കരുത് എന്ന് പറഞ്ഞതാണ്, പക്ഷെ നമ്മളൊന്ന് സ്റ്റാറ്റ്സ് എടുത്തു നോക്കണമല്ലോ. ഷഹീൻ ഷാ അഫ്രീദിയും രോഹിത് ശർമ്മയും തമ്മിലുള്ള എൻകൗണ്ടേഴ്സിൽ എപ്പോഴും രോഹിത് ശർമ്മയ്ക്ക് വീക്ക്നസ് ഉണ്ടായിട്ടുണ്ട്. ഷഹീൻ ഷാ അഫ്രീദി എന്ന് പറയുന്നത് ലെഫ്റ്റ് ആം പേസ് ബോളർ വന്ന് എറിയുമ്പോൾ അത് റൈറ്റ് ഹാൻഡേഴ്സിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മത്സരം നിർണ്ണയിക്കാൻ പോകുന്ന അഭിലാഷ്, അത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വേഴ്സസ് പാകിസ്ഥാന്റെ ബൗളിംഗ് ഇൻ ദ ഫസ്റ്റ് 10 overs, ആദ്യത്തെ 10 ഓവറിൽ ഇന്ത്യ ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യത്തെ 10 ഓവറിൽ പാകിസ്ഥാൻ പേസർമാരെ ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെ കളിക്കുന്നു, അതായിരിക്കാം ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണ്ണായകം. കാരണം രണ്ട് കാര്യങ്ങൾ മാത്രം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ വെച്ച് ഞാൻ പറയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെതിരെ അവർ കളിച്ച ആദ്യത്തെ 10 ഓവർ 69 റൺസ് നേടി. 69 റൺസ് വിക്കറ്റ് നഷ്ടമില്ലാതെ നേടി. അതൊരു വലിയ കാര്യമാണ്. കാരണം രോഹിത്തും ഗില്ലും കൂടി നടത്തിയ ആ ഒരു ചെറുത്തുനിൽപ്പാണ് ആ പവർ പ്ലേക്ക് ശേഷം ഇന്ത്യക്ക് മുതൽക്കൂട്ടായത്. നേരെ കുറച്ച് പാകിസ്ഥാന്റെ കളിയിലേക്ക് വന്നത്, പാകിസ്ഥാനും ന്യൂസിലൻഡ് തമ്മിലുള്ള മത്സരത്തിൽ പാകിസ്ഥാന്റെ ആദ്യത്തെ 10 ഓവറിൽ പാകിസ്ഥാൻ നൽകിയത് 20 റൺസാണ്. ബാബർ അസമിനെ ഇത്രയും അധികം ട്രോളിക്കൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അവർ 60 റൺസിന് പരാജയപ്പെട്ടത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം അവസാനം വാലറ്റക്കാര് സാങ്കറിന് ഉൾപ്പെടെയുള്ളവരെ 6 അടിച്ച് പുറത്ത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അവർ പവർ പ്ലേ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനേക്കാൾ ഉപരി ഇന്ത്യ എങ്ങനെ പാകിസ്ഥാൻ ബോളറെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ പേസ് അറ്റാക്ക്, ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, നസീം ഷാ, ഈ 3 പേര് എങ്ങനെ ഇന്ത്യ കളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഷഹീൻ ഷാ അഫ്രീദി ഇന്ത്യ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫിക്സഡ് ആയിട്ടൊരു ബാറ്റിംഗ് ലൈനപ്പ് നമുക്കുണ്ട്. ഒരു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോമിലേക്ക് ഉയരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ മത്സരങ്ങളിൽ രോഹിത്തിന് 41 നമുക്ക് കുറച്ച് കാണാനൊന്നും പറ്റത്തില്ല. കാരണം അത് തന്നെയാണ് പവർ പ്ലേയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് പോലും. ഒരു സൈഡിൽ ഗില്ലിന് ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ സാധിച്ചത് രോഹിത് അപ്പുറത്ത് നിന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ എങ്ങനെയായിരിക്കാം ഇവരെല്ലാവരും ഫോമിലേക്ക് ഉയരേണ്ടത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോഴും ഞെട്ടലായിട്ട് തോന്നുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദനയായി മാറുമെന്ന് വിചാരിച്ചത് നമ്മുടെ ബൗളിംഗിൽ ഷമി വന്ന് 5 വിക്കറ്റ് എടുക്കുകയാണ്, ഹർഷത് റാണ വന്ന് ഒരു 3 വിക്കറ്റ് എടുക്കുകയാണ്. അത് നമുക്ക് തീർച്ചയായും അതാണല്ലോ ഹരി. അതായത് ഈ ടൂർണമെന്റിലേക്ക് ഇന്ത്യ പുറപ്പെടുമ്പോൾ തന്നെ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റിയത് ബുംറയുടെ അഭാവമായിരുന്നു. അവിടെയാണ് ഷമി കൃത്യമായി പന്തെറിയുന്നു എന്നത് നമുക്ക് ആശ്വാസമാകുന്നത്. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർഷിത് റാണ, അതിനുശേഷം വരുന്നൊരു സ്പിൻ ത്രയം ഉണ്ടല്ലോ, അത് ജഡേജയാകട്ടെ, കുൽദീപ് യാദവ് ആകട്ടെ, അക്സർ പട്ടേൽ ആകട്ടെ, അങ്ങനെ ബൗളിങ്ങിലും ഒരു പാക്ഡ് ടീം ഉണ്ട് നമുക്ക് എന്നത് ഈ ബുംറയുടെ അഭാവത്തെ മറികടക്കാൻ സഹായിക്കില്ലേ? അഭിലാഷ്, അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഞാൻ അല്ലാന്ന് പറയുന്നില്ല. കാരണം ഹർഷദീപിനെ ഒഴിവാക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ശരിയാണ്, ഹർഷദ് റാണ 3 വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഹർഷദീപ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ആം പേസർ വളരെ പ്രധാനപ്പെട്ടതാണെന്നേ. നമ്മള് ഹർഷദീപിന്റെ സ്റ്റാറ്റ്സ് അഗേൻസ്റ്റ് പാകിസ്ഥാൻ എടുത്ത് നോക്കിയാൽ പോലും അത് എക്സാമ്പിൾ ആണ്. ഹർഷദ് റാണ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഹർഷദ് റാണ ആദ്യത്തെ മത്സരത്തിൽ 3 വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി സ്പിന്നിലേക്ക് എടുക്കുകയാണ്. നമുക്ക് സ്പിൻ അറ്റാക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോക്കാം. പാകിസ്ഥാന്റെ നമുക്ക് ബൗളിംഗ് നിരയെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി പ്രേക്ഷകരിലേക്ക് എത്താം. അതിനു മുമ്പ് ഡോക്ടർ എൻ അജിത്